1970 ഒക്ടോബർ 9 പ്രൊഫസർ KN രാജ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സ്ഥാപിച്ചു എന്നാണ് ഒരു രേഖയിൽ കിടക്കുന്നത്. അങ്ങനെ KN രാജിന്റെ പേരിലാണ് ആ സ്ഥാപനം അറിയപ്പെടുന്നത്. ഞാനുമൊക്കെ ധരിച്ചിരുന്നത് അങ്ങനെയാണ്. എന്നാൽ 1905 ഫെബ്രുവരി 5 ജനിച്ചിട്ടുള്ള നരവംശ ശാസ്ത്രജ്ഞനായ ഡോക്ടർ A അയ്യപ്പനാണ് ആദ്യത്തെ ചെയർമാനും ഇതിന്റെ സ്ഥാപകനും CDSന്റെ സ്ഥാപകനും എന്ന് പറയുന്ന രേഖകളും ചരിത്രത്തിലുണ്ട്. ഇതിന്റെ ശരി തെറ്റുകൾ CDSകാരാണ് പറയേണ്ടത്, ഗവൺമെന്റാണ് പറയേണ്ടത്. എന്തായാലും അങ്ങനെ രണ്ട് രേഖകൾ രണ്ട് സ്ഥലത്തും കിടപ്പുണ്ട്. എന്തായാലും ഞാൻ ഈ അയ്യപ്പനെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ ഈ ഡോക്ടർ അയ്യപ്പനെ പരിചയപ്പെടുത്തുന്നത് പറയാൻ കാരണം അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. ഇന്ന് കാണുന്ന ചക്കളത്തെ പോരാട്ടത്തിലൂടെ നടത്തുന്ന ഒരു VCA സംഘിയാണെന്ന് പറയുന്നു. മോഹൻ കുന്നുമേൽ നമ്മുടെ രാമക്ഷേത്രത്തിൽ പോയി നിൽക്കുന്ന ഫോട്ടോ, കാവ്യവസ്ത്രം എടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എടുത്തിട്ടുകൊണ്ട് ആളുകൾ അദ്ദേഹം സംഘിയാണെന്ന് പറയുന്നു. വേറൊരു VCയെ കുറിച്ച് വേറൊരു അഭിപ്രായത്തിൽ പറയുന്നു. ഡോക്ടർ അനിൽകുമാർ എന്ന് പറയുന്ന രജിസ്ട്രാറെ കുറിച്ച് അദ്ദേഹം സഖാവാണെന്ന് പറയുന്നു. അങ്ങനെ വളരെ മോശമായ രീതിയിൽ രാഷ്ട്രീയം കളിച്ച് യൂണിവേഴ്സിറ്റിയെ അതിൻ്റെ എല്ലാവിധ രൂപത്തിലും തരം താഴ്ത്തി കൊണ്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ ഡോക്ടർ അയ്യപ്പനെ പോലുള്ള ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയി പഠിച്ച് അതീവ വളരെ മനോഹരമായ രീതിയിൽ ഡിഗ്രികൾ നേടി വന്നിട്ടുള്ള ഡോക്ടർ അയ്യപ്പനും VC ആയിട്ടിരുന്നിട്ടുണ്ട്. അദ്ദേഹം ബേസിക്കലി നരവംശ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം വിക്ടോറിയ കോളേജിലാണ് ഇന്റർമീഡിയറ്റ് ചെയ്തത്. തൃശ്ശൂർക്കാരനാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം മദ്രാസ് പ്രസിഡൻസി കോളേജിൽ BA ഓണേഴ്സ് ചെയ്തു. പിന്നെ നിരവധി ഡിഗ്രികൾ എടുത്തു. അതിനുശേഷം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയി PhD എടുക്കുന്നു. വളരെ പ്രമുഖരായ ഒരുപാട് പേരെ കൂടെ ജോലി ചെയ്യുന്നു. അതിനുശേഷമാണ് കേരളത്തിലെത്തുന്നത്. അദ്ദേഹം കേരളത്തിന്റെ VC ആയിരുന്നു. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ സ്ഥാപകനും ചെയർമാനുമായിരുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പോൾ നമ്മുടെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് സ്കൂളിൽ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഗവർണറുടെ പദവി എന്തെന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്നു. അത് തന്നെ ഒരു വിവാദമുണ്ട്. സ്കൂൾ കരിക്കുലം കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെ, കരിക്കുലം കമ്മിറ്റിയുടെ മിനിറ്റ്സിൽ വരാതെ മന്ത്രി അനൗൺസ് ചെയ്ത് വന്നു എന്നാണ് ഇപ്പോൾ നടക്കുന്ന ഒരു വിവാദം. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഡോക്ടർ A അയ്യപ്പനെ പോലെയുള്ളവർ, അവർ VC ആയിരുന്ന കഥ, അദ്ദേഹം ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് 4ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചുപോയി വളരെ ദക്ഷിണാശാലിയായ രീതിയിൽ കേരളത്തിൽ ജീവിച്ച് എല്ലാ രാഷ്ട്രീയ മത വർഗ സംഘടനകൾക്കും അതീതമായി കേരളത്തിന് സ്വപ്നം കണ്ടുകൊണ്ട് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് വരെ പോയി പഠിച്ച് ആ കാലഘട്ടത്തിൽ പഠിച്ചു വന്ന് ഡിഗ്രി എടുത്ത് തിരിച്ചിവിടുത്തെ വലിയ അക്കാഡമിക് സ്ഥാപനങ്ങളിലെല്ലാം ജോലി ചെയ്ത് ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു അക്കാഡമിക് സ്ഥാപനം തുടങ്ങി അതിന്റെ ചെയർമാനായി VC ആയി അങ്ങനെ വന്ന അയ്യപ്പന്മാരെ വേണം സിലബസിൽ കൊണ്ടുവരാൻ. അതുപോലെ തന്നെ സ്വന്തം വൃക്കദാനം ചെയ്ത കൊച്ചൗസ് ചിറ്റിലപ്പള്ളിയോളം ഉള്ളവരെ വേണം കൊണ്ടുവരാൻ. അതുപോലെ തന്നെ വൃക്കദാനം ചെയ്ത് വൃക്കദാനത്തിന് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച ഒരു ഫാദറുണ്ട്. ആ ഫാദറിനെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ളത്. ചെറിയ പ്രായത്തിൽ ജനിച്ച് ദാരിദ്ര്യത്തിൽ വളർന്ന് പട്ടിണിയിലൂടെ വളർന്ന് ഇന്ത്യൻ പ്രസിഡന്റായ APJ അബ്ദുൽ കലാമിനെ കുറിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ കുട്ടികൾ പഠിക്കേണ്ടത് മോറൽ വാല്യൂസും ഇങ്ങനെയുള്ള വീര കഥാപാത്രങ്ങളെയും അവരുടെ ജീവിതത്തെയുമാണ്. അല്ലാതെ ആരുടെയെങ്കിലും അധികാരമോ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുടെ കാര്യമോ അതിപ്പോ ഗവർണറുടെ പദവി ഉൾപ്പെടുത്തണമെന്ന് ശിവൻകുട്ടി പറഞ്ഞപ്പോൾ എങ്കിൽ അടിയന്തരാവസ്ഥയോട് ഉൾപ്പെടുത്തിക്കൊള്ളൂ എന്ന് ഗവർണർ പറഞ്ഞു. അത് രണ്ടും ഉൾപ്പെടുത്തി. ഈ ചക്കളത്തെ പോരാട്ടങ്ങളൊന്നുമല്ല കുട്ടികൾ പഠിക്കേണ്ടത്. കുട്ടികൾ പഠിക്കേണ്ടത് ദാക്ഷായണി വേലായുധനെയും സസ്യശാസ്ത്രജ്ഞന്മാരെയും ഡോക്ടർ അയ്യപ്പനെയും അതുപോലുള്ള മഹത് വ്യക്തിത്വങ്ങളെയാണ് പഠിക്കുക. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത് വളർന്നു വന്നിട്ടുള്ള സ്ത്രീകളെ, പുരുഷന്മാരെ, കുട്ടികളെ വളരെയധികം ആളുകളാണ് പ്രതിഭകളായി കേരളത്തിൽ വന്നത്. അത് പഠിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന കാരുണ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവരെക്കുറിച്ച് കുട്ടികൾ പഠിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ പഠിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യത്തിൽ എനിക്കൊരു തർക്കമുണ്ട്. ഡോക്ടർ A അയ്യപ്പനാണോ KN രാജാണോ CDS തുടങ്ങിയതെന്നുള്ളൊരു ചർച്ചയുണ്ട്. അത് വലിയ വിവാദമാണ്. അതുപോലെ തന്നെ കുട്ടികൾ എന്ത് പഠിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചും ഗൗരവമായി കേരള സിലബസ് തിരുത്തി എഴുതണം. ആ സിലബസിൽ വരേണ്ടത്, കരിക്കുലത്തിൽ വരേണ്ടത് ഓരോ മേഖലയിലും കേരളത്തിന് വേണ്ടി സംഭാവന ചെയ്ത കേരളത്തിലെ പ്രഗത്ഭമതിയായ ആളുകൾ, അത് സേവനത്തിന്റെ ഭാഗത്തെ, കാരുണ്യമാകട്ടെ, ആരോഗ്യമാകട്ടെ, അതുപോലെ കായികമാകട്ടെ, ഏത് മേഖലയിലും ദരിദ്രനായി ജനിച്ച് സമ്പന്നനായി മരിച്ച്, കാശ് കൊണ്ടല്ല അറിവ് കൊണ്ട് പാണ്ഡിത്യം കൊണ്ട് സമ്പന്നരായി മാറി തീർന്ന മഹാരഥന്മാരുടെ ചരിത്രമാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. തീർച്ചയായിട്ടും ആ രീതിയിൽ സിലബസ് പുതുക്കി എഴുതുമെന്ന് തോന്നുന്നു. എന്തായാലും ഈ വീഡിയോ കാണുന്ന CDSലുള്ളവരും ഗവൺമെന്റിലുള്ളവരും മറ്റ് ബന്ധപ്പെട്ടവരും അയ്യപ്പന്റെ പേരിലാണോ അതോ KN രാജിന്റെ പേരിലാണോ CDS ഉള്ളത് എന്ന് പറയാനും കൂടി ഒരു ബാധ്യതയുണ്ട്. എന്തായാലും ഡോക്ടർ അയ്യപ്പൻ ആണ് CDSന്റെ സ്ഥാപകനും ചെയർമാനും എന്നുള്ള ഒരു കൃത്യമായ രേഖകൾ ഇങ്ങനെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നു. അതിൻ്റെ യാഥാസ്ഥിതി അല്ലെങ്കിൽ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്
ഞാനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് മുമ്പേ പോയിട്ടുള്ള അതുപോലെ കവികൾ, ഇപ്പൊ എത്ര പേർക്കറിയാം? ആശാൻ, ഉള്ളൂർ, വള്ളത്തോളും, ചെറുശ്ശേരിയും, കുഞ്ചൻ നമ്പ്യാരെയും ഒക്കെ എത്ര പേർക്കറിയാം? വളരെ വളരെ കുറച്ച് പേർക്ക് അറിയാൻ കഴിയുള്ളൂ. അത് അങ്ങനെയുള്ള സാഹിത്യകാരന്മാർ, സാംസ്കാരിക നായകന്മാർ, ഇന്നത്തെ പോലെ വശം പിടിക്കുന്ന ഏതെങ്കിലും പാർട്ടിക്ക് ചായഞ്ഞ് നിൽക്കുന്ന അവാർഡ് കമ്മിറ്റി കയറാൻ പറ്റും നോക്കുന്ന ഒരു ഫാക്കൽറ്റി ആയിട്ടെങ്കിലും കിട്ടിയാൽ 2000-3000 കിട്ടുമെന്ന് നടക്കുന്ന സാഹിത്യകാരന്മാരല്ല സഞ്ജീവ് തൂക്കി. അങ്ങനെ നടക്കുന്ന ശാസ്ത്രകാരിയുമല്ല. സമൂഹത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുള്ള, സമൂഹത്തിനോട് സ്വപ്നം കണ്ടിട്ടുള്ള, ഏതൊരു ഭരണവ്യവസ്ഥയായാലും നഖശികാന്തം എതിർക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന കാട്ടിയിട്ടുള്ള മഹാരഥന്മാരെ കുറിച്ച് കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ. അവർ നല്ല പ്രതികരണ ശേഷിയുള്ള ഉത്തമ പൗരന്മാരായി പുറത്തിറങ്ങട്ടെ.